Welcome to BSA Main Physics. Semester 2 paper Heat and Thermodynamics. And today we see Petrol engine. This is class number 22 Petrol engine. BSA Main Physics Semester 2 paper is Heat and Thermodynamics. So we have to study, in addition to Carnot engine, two more heat engines, which are petrol engine and diesel engine. Petrol engine and diesel engine are together known as internal combustion engines. Petrol engine and diesel engine together are known as internal combustion engines. അപ്പോൾ നമുക്ക് കാർനോട്ട് എഞ്ചിൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും പഠിക്കാനുണ്ട്. ഈ രണ്ട് എഞ്ചിനെയും, ഈ പെട്രോൾ എഞ്ചിനെയും ഡീസൽ എഞ്ചിനെയും വിളിക്കുന്ന പേരാണ് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻസ്. ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻസ്, ആന്തരദഹന യന്ത്രങ്ങൾ. ആന്തരദഹന യന്ത്രങ്ങൾ എന്ന് പറയും. Internal combustion engines, petrol engine and diesel engine are the internal combustion engines because the combustion is taking place within the cylinder, within the engine. So the first engine is called a petrol engine or auto engine, or it is also called a gasoline engine. Petrol is also known as gasoline. And this is the diagrammatic representation, a very simple diagram of petrol engine. There is a cylinder fitted with a piston. Piston is connected to a flywheel with a crankshaft arrangement. When the piston moves forward and backward, inward and outward, the flywheel will rotate. In the cylinder, there are two valves, I and O. I is called inlet valve and O is called outlet valve. And there is a spark plug in the middle. There is a spark plug P as shown in the figure. So in the figure, C is a cylinder, I inlet valve, O outlet valve, P spark plug and W flywheel. അപ്പോൾ പെട്രോൾ എഞ്ചിൻ്റെ ഒരു സിമ്പിൾ ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഒരു സിലിണ്ടറാണ്, ഒരു മെറ്റാലിക് സിലിണ്ടർ. അതിൻ്റെ ഒരറ്റത്ത് ഒരു പിസ്റ്റൺ കൊണ്ട് ടൈറ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ടൈറ്റ് സ്മൂത്ത് പിസ്റ്റണാണ്, ഈസി ആയിട്ട് മൂവ് ചെയ്യും. ആ സിലിണ്ടറിൻ്റെ മുകളിലത്തെ ഒരറ്റത്ത് രണ്ട് വാൽവ്സ് ഉണ്ട്. ഒരു ഇൻലെറ്റ് വാൽവ് I, ഒരു ഔട്ട്ലെറ്റ് വാൽവ് O, ഒരു സ്പാർക്ക് പ്ലഗും ഉണ്ട്. ആ സ്പാർക്ക് പ്ലഗിൽ നമ്മൾ സ്പാർക്ക് അയച്ചാണ് അതിനകത്തുള്ള വർക്കിംഗ് സബ്സ്റ്റൻസ് പെട്രോൾ ഫ്യൂവൽ നമ്മൾ കത്തിക്കുന്നത്. ഈ പിസ്റ്റണിലേക്ക് ഒരു ഫ്ലൈ വീല് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ക്രാങ്ക് ഷാഫ്റ്റ് അറേഞ്ച്മെൻറ്റ്. പിസ്റ്റൺ മുന്നോട്ടും പുറകോട്ടും സഞ്ചരിച്ചാൽ ഈ ക്രാങ്ക് ഷാഫ്റ്റ് അറേഞ്ച്മെൻറ്റിൻ്റെ പ്രവർത്തനം മൂലം ഫ്ലൈ വീൽ, ഭാരമുള്ള വീൽ, അത് ഒരു ഡയറക്ഷനിൽ മാത്രം റൊട്ടേറ്റ് ചെയ്യും. ഇതാണ് അപ്പാരറ്റസ്. അപ്പം അത് വർക്ക് ചെയ്യുന്ന ഒരു സൈക്കിളാണ് ഈ പെട്രോൾ സൈക്കിൾ എന്ന് പറയുന്നത്. പെട്രോൾ സൈക്കിൾ നമ്മൾ ഓട്ടോ സൈക്കിൾ എന്ന് പേര് പറയും. അത് നമ്മൾ ചിത്രം നോക്കി ഒന്ന് നന്നായിട്ട് വരയ്ക്കണം. ഇതാണ് കാണിച്ചിരിക്കുന്ന ചിത്രം. ഇവിടെ ഇതിനെ ഓട്ടോ സൈക്കിൾ അല്ലെങ്കിൽ പെട്രോൾ സൈക്കിൾ എന്ന് പറയും. ഒരു PV ഡയഗ്രം തന്നെയാണ്. ഇൻഡിക്കേറ്റർ ഡയഗ്രം ഇതിനുള്ളിൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞതാണ്. It is a PV diagram. Indicator diagram is a PV diagram which indicates the performance of the engine. And in the closed loop, there is some area, and area represents work. So there may be a question: what is an indicator diagram? What does it indicate? A question may be like this: what is an indicator diagram? What does it represent? അപ്പോൾ അതിൽ നിങ്ങൾ കാർനോട്ട് സൈക്കിൾ വരയ്ക്കാം, അല്ലെങ്കിൽ പെട്രോൾ സൈക്കിൾ വരയ്ക്കാം, ഡീസൽ സൈക്കിൾ വരയ്ക്കാം. എന്നിട്ട് പറയണം indicator diagram is a PV diagram and the area enclosed by the curves, the closed area. Here it is ABCDA that represents the work done by the engine per cycle. അപ്പോൾ ഇതാണ് കാർനോട്ട് സൈക്കിൾ. അപ്പോൾ കാർനോട്ട് സൈക്കിൾ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കൂ. AB ഒരു ഗ്രാഫ്, അതിന് താഴെ കുത്തനെ BC, പിന്നെ CD, DA. അതാണ് ക്ലോസ്ഡ് സൈക്കിൾ ABCDA. സ്റ്റാർട്ട് ചെയ്യുന്നത് ഇയിൽ നിന്നാണ്, അത് സിയിലെത്തും. എക്സ് ആക്സിൽ വോളിയം, വൈ ആക്സിൽ പ്രഷർ, PV ഡയഗ്രമാണ്. രണ്ട് വോളിയം V1 V2 മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വോളിയം V1, ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വോളിയം V2. അപ്പോൾ രണ്ട് വോളിയം മാർക്ക് ചെയ്യണം.
ഇനി പെട്രോൾ എഞ്ചിൻ. വാട്ട് ഈസ് എ പെട്രോൾ എഞ്ചിൻ? The petrol engine was designed by German engineer Otto in 1876. ഈ എൻജിൻ ഡിസൈൻ ചെയ്തത് ഓട്ടോയാണ് 1876. ഈ സ്കൂട്ടറിൻ്റെ അല്ലെങ്കിൽ ചെറിയ ഇനം വാഹനത്തിൻ്റെയൊക്കെ യന്ത്രം പെട്രോൾ എഞ്ചിനാണ്, കാറിൻ്റെയൊക്കെ ചെറിയ ഇനം കാറുകൾ. The cycle of operation of a petrol engine is known as ഓട്ടോ സൈക്കിൾ ഓർ പെട്രോൾ സൈക്കിൾ. ഇതിൻ്റെ സൈക്കിൾ ഓഫ് ഓപ്പറേഷനെ നമ്മൾ പെട്രോൾ സൈക്കിൾ അല്ലെങ്കിൽ ഓട്ടോ സൈക്കിൾ എന്ന് വിളിക്കും. ഇൻ എ പെട്രോൾ എഞ്ചിൻ, എയർ ഈസ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ആൻഡ് പെട്രോൾ ഈസ് ദ ഫ്യൂവൽ. പെട്രോൾ എഞ്ചിനിൽ എയറാണ് വർക്കിംഗ് സബ്സ്റ്റൻസ്, പെട്രോളാണ് ഇന്ധനം, ഫ്യൂവൽ. ഇത് അറ്റ്മോസ്ഫിയർ ആക്ട്സ് ആസ് സിങ്ക്. അപ്പോൾ നമ്മൾ ഏത് യന്ത്രം പറയുമ്പോഴും ഈ സോഴ്സും സിങ്കും വർക്കിംഗ് സബ്സ്റ്റൻസും ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യമുണ്ട്. സോഴ്സ് ഏതാണ്, സിങ്ക് ഏതാണ്, വർക്കിംഗ് സബ്സ്റ്റൻസ് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ പറയേണ്ടതുണ്ട്. ഇപ്പോൾ കാർബൺ എഞ്ചിനാണെങ്കിൽ സോഴ്സ് ഒരു ഉയർന്ന ടെമ്പറേച്ചറിലുള്ള വസ്തുവാണ്, സിങ്ക് താഴ്ന്ന ടെമ്പറേച്ചറുള്ള വസ്തുവാണ്. രണ്ടിനും ഇൻഫിനിറ്റി കപ്പാസിറ്റി ഉണ്ട്. പെർഫെക്റ്റ് ഗ്യാസ് ആണ് വർക്കിംഗ് സബ്സ്റ്റൻസ്. അതുപോലെ ഇവിടെ ഇൻ എ പെട്രോൾ എഞ്ചിൻ, the source is the cylinder itself, the sink is atmosphere, and working substance is air. The cylinder of the engine acts as the source. In a petrol engine, the petrol engine consists of a cylinder fitted with a smooth and airtight piston. ഞാൻ പറഞ്ഞതാണ്, ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് ആൻ ഇൻലെറ്റ് വാൽവ് I. It is fitted with the two valves, the inlet valve I and outlet valve O. There is a spark plug B which produces electric spark. അപ്പോൾ ഇത്തരത്തിനകത്ത് ആ വാൽവിനൊപ്പം ഒരു സ്പാർക്ക് പ്ലഗ് ഉണ്ട്, അത് ഇലക്ട്രിക് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അത് അതിൻ്റെ റൈറ്റ് മൊമെൻറ്റിൽ, എൻജിൻ റൺ ചെയ്യുന്നതിൻ്റെ റൈറ്റ് മൊമെൻറ്റിൽ വേണം ഈ സ്പാർക്ക് പ്ലഗ് ഓപ്പറേറ്റ് ചെയ്യാൻ. അത് ഓട്ടോമാറ്റിക്കാണ്. ദർ ഈസ് എ ക്രാങ്ക് ഷാഫ്റ്റ് അറേഞ്ച്മെൻറ്റ് ടു കൺവേർട്ട് ദി ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് ദ പിസ്റ്റൺ ഇൻ ടു സർക്കുലർ മോഷൻ. അവിടെ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. ആ അറേഞ്ച്മെൻറ്റ് ഈ വീലിൻ്റെ ടു ആൻഡ് ഫ്രോ മോഷനെ, വീലിൻ്റെ അല്ല പിസ്റ്റണിൻ്റെ ടു ആൻഡ് ഫ്രോ മോഷനെ വീലിൻ്റെ സർക്കുലർ മോഷനായിട്ട് കൺവേർട്ട് ചെയ്യും. ക്രാങ്ക് ഷാഫ്റ്റ് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു സാധനമാണ്. നിങ്ങൾ തയ്യൽ മെഷീൻ കണ്ടിട്ടുണ്ട് എങ്കിൽ അതിനകത്ത് ക്രാങ്ക് ഷാഫ്റ്റ് അറേഞ്ച്മെൻറ്റ് കാണാം. അതായത് തയ്യൽക്കാരൻ അയാളെ കാലുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ താഴെയുള്ള ആ പ്ലേറ്റ് മൂവ് ചെയ്യുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് അറേഞ്ച്മെൻറ്റ് വർക്ക് ചെയ്യും. അതിൻ്റെ ഫ്ലൈ വീൽ, ആ മാസ് വീലുണ്ടല്ലോ തയ്യൽ മെഷീന്, അത് ഒരേ ഡയറക്ഷനിൽ കറങ്ങുകയും ചെയ്യും. അപ്പോൾ ഈ തയ്യൽ മെഷീനിൽ ഈ മുന്നോട്ടും പുറകോട്ടുമുള്ള ഒരു പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റ് റൊട്ടേഷനാക്കി മാറ്റാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനം, അതിനെ വിളിക്കുന്ന പേരാണ് ക്രാങ്ക് ഷാഫ്റ്റ് അറേഞ്ച്മെൻറ്റ്. അറിയാമല്ലോ, തയ്യൽ പഠിക്കുന്നവർ അല്ലെങ്കിൽ തയ്യൽ അറിയാത്തവർ ചവിട്ടുമ്പോൾ ആ വീല് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും. പക്ഷെ പഠിച്ചവർക്കാണ് ആ പ്രശ്നമില്ല. പഠിച്ചവരാണെങ്കിൽ അത് ചവിട്ടുമ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പ്രവർത്തനം ശരിയായിട്ട് വരും. വീല് ഒരേ ദിശയിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യും. അതാണ് ക്രാങ്ക് ഷാഫ്റ്റ്. വർക്കിംഗ് ഓട്ടോ സൈക്കിൾ ഓർ പെട്രോൾ സൈക്കിൾ. അപ്പോൾ ഈ വർക്കിങ്ങിനെ നമ്മൾ ഓട്ടോ സൈക്കിൾ അല്ലെങ്കിൽ പെട്രോൾ സൈക്കിൾ കൊണ്ട് സൂചിപ്പിക്കാം. അതാണ് നമ്മൾ നേരത്തെ ആ ഗ്രാഫിൽ കണ്ടത്. ഡ്യൂറിങ് എ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ ദ പിസ്റ്റൺ മൂവ്സ് 4 times up and down. സോ ദ പെട്രോൾ എഞ്ചിൻ ഈസ് എ 4-stroke എഞ്ചിൻ. പെട്രോൾ എഞ്ചിനെ ഒരു 4-stroke എഞ്ചിൻ എന്നാണ് പറയുന്നത്. ദ 4 strokes ആർ, ഈ 4 സ്ട്രോക്കുകളെ വിളിക്കുന്ന പേരാണ്. നമ്പർ 1 ചാർജിങ് സ്ട്രോക്ക്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സക്ഷൻ സ്ട്രോക്ക്. ചാർജിങ് സ്ട്രോക്ക് ഈസ് ഓൾസോ നോൺ ആസ് സെക്ഷൻ സ്ട്രോക്ക്. നമ്പർ 2 കംപ്രഷൻ സ്ട്രോക്ക്. നമ്പർ 3 വർക്കിംഗ് സ്ട്രോക്ക്. നമ്പർ 4 എക്സോസ്റ്റ് സ്ട്രോക്ക്. നിങ്ങൾ പടം വരച്ചു കഴിഞ്ഞെങ്കിൽ ആ പടം നോക്കിയിട്ട് നമുക്ക് ഈ സ്ട്രോക്കുകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആ പടം നിങ്ങൾ വരച്ച നോട്ട് ബുക്കിനകത്തുള്ള പടം തന്നെ നോക്കുക. ഞാനിവിടെ പുറകോട്ട് പോകുന്നില്ല.
ആ ഗ്രാഫ് അങ്ങ് നോക്കിയാൽ മതി. നിങ്ങൾ വരച്ച് കഴിഞ്ഞ ഗ്രാഫ് നോക്കിയാൽ മതി, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ചാർജിങ് സ്ട്രോക്ക്, അത് ആ പടത്തിൽ നമ്മൾ ചാർജിങ് സ്ട്രോക്ക് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് EC എന്നാണ്. ഇയിൽ തുടങ്ങി സിയിൽ വരുന്നത്, ഇയിൽ തുടങ്ങി സിയിൽ വരുന്ന ഗ്രാഫ്. As the piston moves down, the inlet valve I is opened and the mixture of pure air and petrol vapor enters the cylinder until the atmospheric pressure P is attained. ഇപ്പം നമ്മൾ വാൽവ് തുറക്കുമ്പോൾ അതിനകത്തേക്ക് ഈ എയറിൻ്റെയും പെട്രോൾ വേപ്പറിൻ്റെയും ഒരു മിക്സ്ചർ എൻ്റർ ചെയ്യും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും അവസാനം അവിടെ വരുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ പി എന്ന് കാണിക്കുക. ദ പ്രോസസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ഐസോതെർമൽ EC ഇൻ ദ ഇൻഡിക്കേറ്റർ ഡയഗ്രാം. ആ ഗ്രാഫിൽ താഴെ കാണിക്കുന്ന ഹോറിസോണ്ടൽ ലൈനാണ് ഈ പ്രോസസ്സിനെ കാണിക്കുന്നത്. ലെറ്റ് T1 be the temperature of the gas at C. അപ്പോൾ ഇതാണ് ആ ഗ്രാഫ് എന്നിട്ട് നോക്കാൻ വേണമെങ്കിൽ ഈ താഴെ കാണുന്ന EC ഉണ്ടല്ലോ, അതാണ് ഈ സക്ഷൻ സ്ട്രോക്കിനെ കാണിക്കുന്നത്. നമ്പർ 2, കംപ്രഷൻ സ്ട്രോക്ക്. അതിനെ നമ്മൾ C എന്ന് പറയും. ദ ഇൻലെറ്റ് വാൽവ് is closed, ആയി അടക്കണം. ആൻഡ് ദ പിസ്റ്റൺ ഈസ് moved inwards and the gas is compressed adiabatically to about 1/5 of the original volume. അപ്പോൾ ഈ പിസ്റ്റണിൻ്റെ അകത്തേക്കുള്ള മോഷൻ ഉപയോഗിച്ച് നമ്മൾ ആ ഗ്യാസിൻ്റെ എയറിൻ്റെ പ്രഷർ 1/5 ആക്കി കൊടുക്കണം ആദ്യമുള്ളതിൻ്റെ. ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് ബിക്കംസ് വെരി ഹൈ. ആ ടെമ്പറേച്ചർ റൈസസ് ടു about 900 K. ടെമ്പറേച്ചർ ഒരു 900 K ആയിട്ട് മാറും, പ്രഷർ കൂടും. ദിസ് പ്രഷർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി അഡിയബാറ്റിക് CD. അഡിയബാറ്റിക് കാണിക്കും. ലെറ്റ് T2 be the temperature of the gas at D. Now comes working stroke. It is represented by DA and AB. You see the graph. DA മേപ്പോട്ടുള്ളത്, AB ആ കാണുന്ന കർവ്. An electric spark is produced by the spark plug. The fuel burns at a constant volume, producing a constant volume is important. Producing a large amount of heat. The temperature rises to about 2300 K, and this temperature is represented as T2. The pressure becomes about 15 atmosphere. This is represented by the graph DA. The large pressure created by the combustion caused the piston to be pushed downwards. During this adiabatic expansion, the temperature falls to T4. The motion of the power stroke, this is working stroke. The motion is the power stroke of the engine. The engine performs work in this stroke. This adiabatic expansion is represented by the curve AB. At B, temperature is T4.
Now comes exhaust stroke. That is BC and CE. BC and CE, ലാസ്റ്റ് സ്ട്രോക്ക് ആണ് BC and CE. നമ്മൾ EC എന്നുള്ളതാണ് സെക്ഷൻ പറയുന്നത്, CE ആണ് നേരെ തിരിച്ചാണ് എക്സോസ്റ്റ് പറയുന്നത്. എക്സോസ്റ്റ് സ്ട്രോക്ക് ലാസ്റ്റ് സ്ട്രോക്ക് ആണ്. At the end of the power stroke, the inlet valve opens and the outlet valve opens and some of the burned gas escapes into the atmosphere. The pressure of the gas in the cylinder falls to atmospheric pressure and temperature to T1. The process is called valve exhaust and is represented by the curve BC. The piston moves up and the gas remaining in the cylinder is given out of the cylinder at a constant pressure. This is the exhaust stroke and is represented by the curve CE. Now the engine has completed one cycle of operation. അങ്ങനെ യന്ത്രം ഈ 4 സ്ട്രോക്ക് കഴിയുമ്പോൾ ഒരു കംപ്ലീറ്റ് സൈക്കിൾ അത് പെർഫോം ചെയ്യും. The cycle repeats and the piston moves up and down. സൈക്കിൾ ആവർത്തിക്കും. Piston moves up and down. Piston moves up and down continuously. The motion of the piston is converted into circular motion by the crankshaft arrangement. അപ്പോൾ ക്രാങ്ക്ഷാഫ്റ്റ് അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഈ പിസ്റ്റൻ്റെ ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ അത് ഈ ക്രാങ്ക്ഷാഫ്റ്റ് അറേഞ്ച്മെൻറ്റ് സർക്കുലർ മോഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. എഫിഷ്യൻസി ഓഫ് പെട്രോൾ എഞ്ചിൻ. എന്താണ് പെട്രോൾ എഞ്ചിൻ എഫിഷ്യൻസി? ഡെറിവേഷൻ ഓഫ് ഹീറ്റ് ഈസ് ഈക്വൽ 1 - 1 / rho raised to gamma - 1. ഹീറ്റ് ഈസ് 1 - 1 / rho raised to gamma - 1. അപ്പോൾ ഈ ഡെറിവേഷൻ ഒരു ക്ലാസ് വേണ്ടി വരുന്നത് കൊണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ഈ പെട്രോൾ എഞ്ചിൻ്റെ എസ്സേ കംപ്ലീറ്റ് ചെയ്യുക. ഇത് പകുതിയായി, ഇനി ബാക്കി കൂടി തിയറി ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ദാറ്റ് ഈസ് ഓൾ. താങ്ക് യു വെരി മച്ച്.